പ്രതിപക്ഷ നേതാവ് പലരായി ഇരയാക്കപ്പെട്ടു എന്നുള്ളതല്ല പറയുന്നത്. ഇരകൾ വന്ന് അവരുടെ പ്രശ്നങ്ങളാണ് പറയുന്നത്. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും എവിടെയെന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത്. വിവരങ്ങൾ അക്ഷയ പറഞ്ഞതുപോലെ തന്നെ ഈ വിദ്യാർത്ഥി സമരത്തിൽ പങ്കെടുത്ത ഇതിന് ശേഷം ഇപ്പോൾ വിവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന വിദ്യാർത്ഥികളുമായാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. ആ വാർത്താ സമ്മേളനത്തിൽ വിദ്യാർത്ഥികൾ തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മുംബൈയിലെ റിയ ആഹിർ മുതൽ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്കൊപ്പമാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തിരിക്കുന്നത്. വിദ്യാർത്ഥികളുടെ വീടുകളിലേക്ക് ഗുണ്ടകളെ അയച്ച ശേഷം അവരിൽ നിന്ന് മാപ്പ് വാങ്ങുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് രാഹുൽ ഗാന്ധി ആമുഖമായി പറഞ്ഞത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം ഉണ്ടാകണമെന്നാണ് ഈ വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടത്. അതിനു വേണ്ടിയാണ് അവർ സമരം നടത്തിയത്. അവർ ആർക്കു മുന്നിലും ഇനി മാപ്പ് പറയില്ല എന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയും ചെയ്തു. വിദ്യാർത്ഥികൾ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ഈ സമരത്തിന്റെ സമയവും പിന്നീടും തങ്ങൾ ഏറ്റുവാങ്ങുന്ന ഈ ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് മാധ്യമങ്ങളോട് വിശദീകരിക്കാനുണ്ടായത്. പലർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത് എന്നാണ് ഈ വിദ്യാർത്ഥികൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇവർക്ക് ഉള്ള ഈ വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ പിന്തുണ താൻ നൽകുകയാണ്.